ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു വെറൈറ്റി ആയിട്ടുള്ള പക്കോടയാണ്. നമ്മൾ ഇഫ്താറിൻ്റെ സമയത്തൊക്കെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അതുപോലെ നല്ല ടേസ്റ്റുള്ളൊരു പക്കോടയാണ്. കുറച്ച് ഡിഫറെൻ്റ് ആയിട്ടാട്ടോ ഈ പക്കോട ചെയ്യുന്നത്. അപ്പോൾ എങ്ങനെയാണ് ഈ ഒരു പക്കോട ഉണ്ടാക്കിയെടുക്കാൻ നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് വെജിറ്റബിൾസ് ഒക്കെ ചോപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതൊരു ക്യാപ്സിക്കം ചെറുതായിട്ട് ഇതുപോലെ ചോപ്പ് ചെയ്തെടുത്തതാണ്. അതുപോലെ കുറച്ച് കറിവേപ്പില, പിന്നെ ഒരു സവാളയും, പിന്നെ അതിൻ്റെ കൂടെ ഒരു ചെറിയ പീസ് ഇഞ്ചി, പിന്നെ നിങ്ങൾക്ക് എത്രയാണോ പച്ചമുളക് വേണ്ടത് അതും. അപ്പോൾ അതെല്ലാം കൂടി ഒന്ന് ചോപ്പ് ചെയ്തെടുത്തതാണിത്. പിന്നെ ഒരു ക്യാരറ്റാണ്, ഒരു ചെറിയ ക്യാരറ്റ് കേട്ടോ, അതും ചെറുതായിട്ട് വളരെ തിന്നായിട്ട് ചോപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് മല്ലിയില എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയും വെജിറ്റബിൾസാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ ഇതൊരു ബൗളിലേക്ക് മാറ്റാം. നമ്മുടെ പക്കോടക്ക് ആവശ്യമുള്ള ഉപ്പ് ചേർത്തിട്ട് നന്നായിട്ട് കൈ വെച്ചിട്ട് തിരുമ്മി മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഒരു ടീസ്പൂണോളം മുളക് പൊടി ചേർക്കാം, ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നെ ഒരു ടീസ്പൂണോളം കുരുമുളകിൻ്റെ പൊടിയും കൂടി ചേർക്കുന്നുണ്ട്. അപ്പോൾ എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതിലേക്ക് ഒരു അര ടീസ്പൂൺ സോയ സോസ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു ടേബിൾ സ്പൂൺ ടൊമാറ്റോ കെച്ചപ്പാണ് ചേർത്ത് കൊടുക്കുന്നത്. ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇനി ഇതിലേക്ക് നമുക്ക് ഒരു അര കപ്പ് കടലപ്പൊടി ചേർത്ത് കൊടുക്കണം. പിന്നെ ഒരു 1/4 കപ്പ് ബ്രെഡ് ക്രംസ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു 2 ടീസ്പൂണോളം തൈരാണ് ചേർത്ത് കൊടുക്കുന്നത്. അധികം പുളിയില്ലാത്ത തൈര് എടുക്കുക. അപ്പോൾ ഇതെല്ലാം കൂടി നമുക്ക് കൈ വെച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ നമ്മൾ സാധാരണ ഉള്ളിവടക്കൊക്കെ ഉണ്ടാക്കുന്നില്ലേ, ആ ഒരു കൺസിസ്റ്റൻസിയിലാണ് മിക്സ് ചെയ്തെടുക്കേണ്ടത്. നല്ല ടൈറ്റ് ആവരുത്. അപ്പോൾ വെള്ളം വേണമെങ്കിൽ ഒന്ന് ജസ്റ്റ് ഒന്ന് കുടഞ്ഞു കൊടുക്കണം. ഇനി ഒരു ടേബിൾ സ്പൂൺ അരിപ്പൊടി കൂടി ചേർത്ത് കൊടുക്കുക. ഒരു പിഞ്ച് ബേക്കിംഗ് സോഡയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ മിക്സ് ചെയ്തെടുക്കുന്ന സമയത്ത് നേരത്തെ പറഞ്ഞ പോലെ ഉള്ളിവടക്കൊക്കെ ചെയ്യുന്നത് പോലെ ചെയ്താൽ മതി. അധികം വെള്ളം ഒഴിക്കരുത്. 1-2 ഡ്രോപ്പ് ആദ്യം ഉറ്റിച്ച് കൊടുത്തിട്ട് അങ്ങനെ നോക്കി മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കണം. അങ്ങനെ നമ്മുടെ ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് പക്കോട ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു കുഴിയുള്ള പാത്രത്തിൽ കുറച്ച് ഓയിൽ ചൂടാക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. അപ്പോൾ അത്യാവശ്യം നന്നായിട്ട് ചൂടായി വരുമ്പം ചെറിയ സ്പൂൺ വെച്ചിട്ട് നമുക്ക് ഇതുപോലെ കോരി ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ കൈ വെച്ചിട്ട് ചെയ്താലും മതി. ഞാനിപ്പോൾ ഒരു സ്പൂൺ വെച്ചിട്ടാണ് ചെയ്യുന്നത്. ചെറിയ ചെറിയ പക്കോടകളാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ ചെറുതായിട്ട് ഒഴിച്ചു കൊടുത്താൽ മതി. അപ്പോൾ നോമ്പ് കുറിക്കുന്ന സമയത്തൊക്കെ നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു സ്നാക്കാണിത്. ഒരു വെറൈറ്റി ടേസ്റ്റ് തന്നെ കേട്ടോ. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ ഒരു ഭാഗം റെഡിയാക്കി കഴിഞ്ഞാൽ നമുക്കൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. അങ്ങനെ 2 ഭാഗവും നമുക്ക് റെഡിയാക്കി എടുക്കണം. 2 ഭാഗം ഒരുപോലെ തന്നെ മുരിഞ്ഞു കിട്ടണം കേട്ടോ. അപ്പോൾ ഒരു മീഡിയത്തിൽ വെച്ചിട്ട് കുക്ക് ചെയ്തെടുക്കണം. ഉൾഭാഗവും റെഡിയാക്കി കിട്ടേണ്ടതാണ്. അപ്പോൾ ഇതുപോലെ കളർ ചേഞ്ച് ആയി വരുന്നുണ്ട്. ഇപ്പോൾ ഒരു ബാച്ച് റെഡിയാക്കി കിട്ടിയിട്ടുണ്ട്. നമുക്കിത് എണ്ണയിൽ നിന്ന് മാറ്റാം. ഇതുപോലെ തന്നെ ബാക്കിയുള്ളതും പൊരിച്ചെടുക്കാം. അപ്പോൾ ഇതിൽ സ്പ്രിംഗ് ഓണിയൻ ഉണ്ടെന്നുണ്ടെങ്കിൽ സ്പ്രിംഗ് ഓണിയനും കൂടി ചേർത്താൽ നല്ല ടേസ്റ്റ് തന്നെയാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ സിമ്പിളായിട്ടുള്ള ഒരു ഇഫ്താർ സ്നാക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതുവരെ ഇങ്ങനെ ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് പറയണം. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ദയവായിട്ട് സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ. താങ്ക് യു.